ഹായ്, ചിക്കൻ സോസേജ് കൊണ്ട് പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാനൊരു റോളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ചിക്കൻ സോസേജ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് ഞാനൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു അരക്കപ്പ് മല്ലിയില, പിന്നെ 5-6 സോസേജ്, 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നുണ്ട്, വേറൊരു ഡിഷും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പുഴുങ്ങി കഴിഞ്ഞിട്ട് ചൂടോടുകൂടി തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി തന്നെ അതിനെ നന്നായിട്ട് മാഷ് ചെയ്യണം. അതായത് നമ്മൾ സോസേജിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അതിനെ നമുക്ക് മാഷ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചിക്കൻ സോസിനെ ഒന്ന് ബ്ലാൻഡ് ചെയ്യണം. അപ്പോൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ നോക്കുക. അപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ സോസേജ് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതിനകത്തൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ബാക്കി പൊട്ടറ്റോ ഒക്കെ പച്ചനെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്, മല്ലിയിലയും പച്ചനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനത് ആ പൊട്ടറ്റോയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ പെപ്പറുമാണ് ഇതിന് വേണ്ടത്. അത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും തരിതരി പോലെ ഉണ്ടെങ്കിൽ കൈവച്ച് തന്നെ അതിനെ നന്നായിട്ട് മാഷ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. എന്നിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് നമുക്കതിനെ കൈകൊണ്ട് നന്നായിട്ട് പരത്തി തിൻ ലെയറായിട്ട് പരത്തുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത സോസേജ് അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പം ഈവൻലി എല്ലായിടത്തും സോസേജിൻ്റെ മുകളിൽ റോൾ ചെയ്യുന്ന വിധത്തിൽ കിട്ടും. നമ്മൾ കൈകൊണ്ട് കുറേശ്ശെ പരട്ടി അത്രയും ശരിയാവില്ല. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പം നമുക്ക് തിൻ ലെയറായിട്ട് പൊട്ടറ്റോ ലെയർ ആ സോസേജിൻ്റെ മുകളിൽ വരും. അതിന് 2 സൈഡിലെയും പൊട്ടറ്റോ ഒക്കെ മാറ്റി കളഞ്ഞിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഫുൾ കവർ ചെയ്ത് നമുക്ക് പൊട്ടറ്റോ എടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം സോസേജ് റോൾസിനെ റെഡിയാക്കി. ഇനി നമുക്കിതിനകത്ത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ റോൾസിനെ ആദ്യം നമുക്ക് മുട്ടയിൽ മുക്കാം. മുക്കി കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അത് ആ ബ്രെഡ് ക്രംസ് ഫുള്ളായിട്ട് ആ കവർ ചെയ്തിരിക്കണം ആ റോളിൽ. എന്നാലേ നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കുകയുള്ളൂ. അപ്പം അതിനകത്തോട്ട് നന്നായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നമ്മൾ ഒന്ന് റോൾ ചെയ്ത് എല്ലായിടത്തോട്ടും ബ്രെഡ് ക്രംസ് ആക്കി ഇങ്ങനെ റെഡിയാക്കി നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ സോസേജ് റോൾസ് എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അത് നല്ല ചൂടായ എണ്ണയിൽ നല്ല നികന്ന് മുങ്ങിക്കിടക്കണം സോസേജ് റോൾസ് വറക്കുമ്പോൾ. അപ്പോൾ ആ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് സോസേജ് റോൾ ഇട്ടിട്ട് നല്ല മൊരിഞ്ഞ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ അതൊരു വെറൈറ്റി ഡിഷല്ലേ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് നൽകണം. ഇനി അടുത്ത വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം.